ഞാനും ഋതുവും കൂടെ ഇന്ന് അംഗനവാടി പോവാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ട്. ഋതുവിനെ അംഗനവാടി വിട്ടു തുടങ്ങിയിട്ടില്ല, നെക്സ്റ്റ് മന്ത് തൊട്ട് വിടാനാണ്. അപ്പം പുതിയ കുട്ടി ആയതുകൊണ്ടാണ് ടീച്ചർ വിളിച്ചത്. അങ്ങനെ ഞാനും ഋതുവും കൂടി ഇറങ്ങി അംഗനവാടിയിലോട്ട് എത്തി. വെള്ളമായതുകൊണ്ട് ഇവിടെ നിന്ന് ഉടുപ്പും പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അംഗനവാടി. ഞാൻ ഋതുവിനെ ഇടയ്ക്കിടയ്ക്ക് അംഗനവാടിയിൽ കൊണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ അമൃതം പൊടിയൊക്കെ മേടിക്കാൻ വരുമ്പോൾ ഋതുവിനെയും കൂടി കൊണ്ടുവരും. കാരണം വേറെ ഒന്നുമല്ല, എപ്പോഴും അംഗനവാടി പോകാമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗനവാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അംഗനവാടി. ഇപ്പോൾ ഇവിടെ കുട്ടികൾ വളരെ കുറവാണ്. കുട്ടികളെല്ലാം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ഫ്രണ്ടിൽ തന്നെ ചേച്ചിയുടെ കൂടെ ചെന്ന് ഇരിപ്പുണ്ട്. നമ്മുടെ അടുത്തുള്ള കുട്ടി തന്നെയാണ് അത്. അപ്പോൾ രണ്ടുപേരും കൂടി കസേര ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അംഗനവാടി പോകാൻ വഴക്കാണെങ്കിലും ഇനി വിട്ടു തുടങ്ങുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. ഇനി വഴക്കാണോ, ഞാൻ കൂടെ ഇരിക്കേണ്ടി വരും. അവളിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പം എനിക്ക് എന്തോ ഒരു സന്തോഷമാണ്. കാരണം എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ കുട്ടികൾ വളരുന്നത്. അംഗനവാടി വരെ എത്തി. ഇനി പഠിത്തത്തിൻ്റെ കാലഘട്ടമാണ് കുറേ വർഷം. ഫൈനലി നമ്മൾ കൊടി ഉയർത്താൻ തുടങ്ങി. കുട്ടികളെല്ലാവരും ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാവർക്കും ലഡു കിട്ടി. അവർ പറയുന്നതിനനുസരിച്ച് ഋതു നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി വിട്ടു തുടങ്ങുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. എനിക്കും കിട്ടിയ ഒരു ലഡു. അങ്ങനെ ഋതു ഇവിടെ നിന്ന് ലഡു കഴിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് എൻ്റെ കൈ വന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ് ഇത്. അതിൻ്റെ ഇടയ്ക്കും ഋതു ലഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടാറ്റ ബാബൈ ഒക്കെ പറഞ്ഞ് നെക്സ്റ്റ് മന്തും വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.